എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ ചരിത്രപ്രസിദ്ധവും അതിവിശാലവുമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ICC T20 ലോകകപ്പ് 2026ന്റെ സൂപ്പർ 8 പോരാട്ടത്തിൽ ക്രിക്കറ്റ് ലോകത്തെ രണ്ട് വൻ ശക്തികളായ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ കാണികളുടെ ഹൃദയമെടുപ്പ് നിലപ്പിച്ചു കളഞ്ഞ ഒരു മഹായുദ്ധമായിരുന്നു. അഹമ്മദാബാദിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഫ്ലഡ് ലൈറ്റുകൾക്കും ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരുടെ കാതടപ്പിക്കുന്ന ആരവങ്ങൾക്കും ടോസിനായി എത്തിയ ദക്ഷിണാഫ്രിക്കൻ നാളികൻ എയ്ഡൻ മാർക്രത്തിന് ഭാഗ്യം തുണച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ടോസ് നഷ്ടപ്പെട്ടുവെങ്കിലും ഒരു ചെറുപുഞ്ചിരിയോടെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്റെ പടയുമായി കളത്തിലിറങ്ങിയത്. എന്നാൽ ആദ്യത്തെ 10 ഓവറുകൾ ഒരു ഹോളിവുഡ് സസ്പെൻസ് ത്രില്ലർ സിനിമയെ വെല്ലുന്ന രീതിയിൽ ഉദ്വേഗജനകമാകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യയ്ക്കായി ആക്രമണം തുടങ്ങിയതെങ്കിലും യഥാർത്ഥ വെടിക്കെട്ടിന് തിരികൊളുത്തിയത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സാക്ഷാൽ ജസ്പ്രീത് ബുംറയായിരുന്നു. ബുംറയുടെ ആദ്യ ഓവറിലെ 4ാം പന്തിൽ ഡീകോക്ക് ഒരു തകർപ്പൻ 4 നേടിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ 137 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു വന്ന ഒരു തീപ്പൊരി ഇൻ സ്വിംഗറിൽ കാലുകൾ അനക്കാൻ പോലുമാകാതെ ഡീകോക്കിന്റെ ലെഗ് സ്റ്റംപ് തെറിച്ചുപോയി. ഡീകോക്ക് വെറും 6 റൺസുമായി മടങ്ങിയപ്പോൾ സ്റ്റേഡിയം ബുംറയുടെ പേര് വിളിച്ച് അലറി വലിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ 3ാം ഓവറിൽ അർഷ്ദീപ് സിംഗിന്റെ പന്തിൽ വമ്പനടിക്ക് ശ്രമിച്ച ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം ബാറ്റിന്റെ താഴെയറ്റത്ത് തട്ടി മിഡ് ഓഫിൽ ഹാർദിക് പാണ്ഡ്യയുടെ കൈകളിൽ ഒതുങ്ങിയതോടെ ദക്ഷിണാഫ്രിക്ക വെറും 15 റൺസിന് 2 വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലായി. ഇതിനിടയിൽ റയാൻ റിക്കൽട്ടൺ അർഷ്ദീപിനെതിരെ ഡീപ് ഫൈൻ ലെഗിലൂടെ 78 മീറ്റർ ദൂരമുള്ള ഒരു പടുകൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും 4ാം ഓവറിൽ കാലനായി വീണ്ടും അവതരിച്ച ബുംറയുടെ 140 മുകളിൽ വേഗതയുള്ള മാന്ത്രിക സ്ലോവർ ഓഫ് കട്ടറിൽ വഞ്ചിതനായി മിഡ് ഓഫിൽ ശിവം ദുബെയ്ക്ക് ക്യാച്ച് നൽകി 7 റൺസുമായി റിക്കൽട്ടനും മടങ്ങി. വെറും 4 ഓവറിനുള്ളിൽ 28 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്ക തകർന്നടിഞ്ഞപ്പോൾ ഈ മത്സരം ഇന്ത്യ നിഷ്പ്രയാസം സ്വന്തമാക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. കാരണം അവിടെ നിന്നാണ് ക്രിക്കറ്റിന്റെ യഥാർത്ഥ അനിശ്ചിതത്വം ആരംഭിച്ചത്. ബേബി AB എന്നറിയപ്പെടുന്ന യുവരക്തം ഡെവാൾഡ് ബ്രെവിസും ലോകം ഭയക്കുന്ന ഫിനിഷർ ഡേവിഡ് മില്ലറും ക്രീസിൽ ഒന്നിച്ചപ്പോൾ പിന്നീട് നാം കണ്ടത് ഇന്ത്യൻ തന്ത്രങ്ങളെ കീഴ്മേൽ മറിച്ച ഒരു പ്രത്യാക്രമണമായിരുന്നു. വരുൺ ചക്രവർത്തിയുടെ 2ാം ഓവറിൽ 2 കിടിലൻ ബൗണ്ടറികളോടെ തന്റെ വരവറിയിച്ച മില്ലർ 6ാം ഓവറിൽ അർഷ്ദീപ് സിംഗിന്റെ ലെങ്ത് മുൻകൂട്ടി കണ്ട് ബാക്ക് ഫുട്ടിൽ 2 മാന്ത്രിക ബൗണ്ടറികൾ കൂടി നേടി പവർ പ്ലേ അവസാനിക്കുമ്പോൾ സ്കോർ 3-51 എന്ന നിലയിലേക്ക് ഉയർത്തി. 7ാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദറിനെതിരെ എക്സ്ട്രാ കവറിലൂടെ മില്ലർ പായിച്ച ബുള്ളറ്റ് ഷോട്ട് തടയാൻ തിലക് വർമ്മയുടെ ഡൈവിനായില്ല. ഒപ്പം ബ്രെവിസും ഒരു 4 നേടി കരുത്തുകാട്ടി. എന്നാൽ 9ാം ഓവറിലാണ് കളി ശരിക്കും മാറിയത്. വരുൺ ചക്രവർത്തിയെ മിഡോണിന് മുകളിലൂടെ 95 മീറ്റർ ദൂരത്തേക്ക് പടുകൂറ്റൻ സിക്സർ പറത്തിയപ്പോൾ അവസാന പന്തിൽ ബ്രെവിസ് തന്റെ വിശ്വരൂപം പുറത്തെടുത്ത് ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ 82 മീറ്റർ ദൂരമുള്ള ഒരു അവിശ്വസനീയ നോ ലുക്ക് സിക്സർ പായിച്ചു. ഇത് കണ്ട് സാക്ഷാൽ സൂര്യകുമാർ യാദവ് പോലും അന്തം വിട്ടുപോയി. 10ാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ നോ ബോളിൽ ഫ്രീ ഹിറ്റ് ലഭിച്ച മില്ലർ എക്സ്ട്രാ കവറിന് മുകളിലൂടെ വീണ്ടും സിക്സർ പറത്തിയതോടെ 10 ഓവറിൽ 3-84 എന്ന അതിശക്തമായ നിലയിലേക്ക് അവർ തിരിച്ചെത്തി. മില്ലർ 22 പന്തിൽ 40 റൺസും ബ്രെവിസ് 24 പന്തിൽ 24 റൺസുമായി ഇന്ത്യൻ ക്യാമ്പിൽ ഭയം വിതച്ചു. 11ാം ഓവറിൽ വരുണിന്റെ പന്തിൽ ഡൈവ് ചെയ്ത സൂര്യകുമാറിനെയും മറികടന്ന മില്ലർ ബൗണ്ടറി നേടിയപ്പോൾ പകരമെത്തിയ ശിവം ദുബെയെ ബ്രെവിസ് 83 മീറ്റർ സിക്സറിലൂടെയാണ് വരവേറ്റത്. തൊട്ടടുത്ത പന്തിൽ ബ്രെവിസ് വീണ്ടും ബൗണ്ടറി നേടി. 12ാം ഓവറിൽ ഒരു സ്ലോവർ പന്തിൽ ടൈമിംഗ് പിഴച്ചിട്ടും വാഷിംഗ്ടൺ സുന്ദറിന് മുകളിലൂടെ സിക്സർ നേടിയ ബ്രെവിസിനെ ഒടുവിൽ ഷോർട്ട് പന്തിൽ കുരുക്കി ഡീപ് മിഡ് വിക്കറ്റിൽ അഭിഷേക് ജർമ്മയുടെ കൈകളിലെത്തിച്ച് ദുബൈ ഇന്ത്യക്ക് ജീവവായു നൽകി. എങ്കിലും മില്ലർ തന്റെ സംഹാര താണ്ഡവം തുടർന്നു. ദുബൈയെ ഡീപ് ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ സിക്സർ പറത്തിക്കൊണ്ട് വെറും 26 പന്തിൽ അദ്ദേഹം തന്റെ കരിയറിലെ ഏറ്റവും മികച്ച അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി. 15ാം ഓവറിൽ ഹാർദിക്കിന്റെ ഷോർട്ട് പന്തിൽ തേർഡ് മാനിലൂടെ 4 നേടിയ മില്ലറിന് പിന്തുണയുമായി 16ാം ഓവറിൽ വരുൺ ചക്രവർത്തിയെ ലോങ് ഓണിന് മുകളിലൂടെ ട്രിസ്റ്റൻ സ്റ്റബ്സ് ആകാശത്തേക്ക് വർത്തിയപ്പോൾ ഇന്ത്യൻ ടീമിന്റെ നെഞ്ചിടിപ്പ് കൂടി. എന്നാൽ അതേ ഓവറിൽ വരുണിന്റെ തന്ത്രപരമായ സ്ലോവർ വൈഡ് പന്തിൽ കുടുങ്ങിയ മില്ലറെ ലോങ് ഓഫിൽ തിലക് വർമ്മ പിടിച്ചതോടെ ഇന്ത്യയൊന്ന് നെടുവീർപ്പിട്ടു. 17ാം ഓവറിൽ തിരിച്ചെത്തിയ ബുംറ തന്റെ കൃത്യമായ യോർക്കറുകളിലൂടെ ബാറ്റർമാരെ വരിഞ്ഞുമുറുക്കിയപ്പോൾ 25 പന്തിൽ 10 റൺസ് എടുത്ത് മാർക്കോ ജാൻസൺ പതറിപ്പോയി. 17 ഓവറിൽ സ്കോർ 5-157. അവസാന 18 പന്തുകളിലേക്ക് മത്സരം കടന്നപ്പോൾ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുകയായിരുന്നു. 18ാം ഓവറിലെ 2ാമത്തെ പന്തിൽ അർഷ്ദീപ് സിംഗ് വളരെ പതറിയിരുന്ന ജാൻസനെ റിങ്കു സിംഗിന്റെ കൈകളിൽ ഒതുക്കിയെങ്കിലും നവീന ബാറ്റ്സ്മാൻ കോർബിൻ ബോഷ് ഒരു തകർപ്പൻ 4 നേടി സ്കോർ 18 ഓവറിൽ 167 എന്ന നിലയിലെത്തിച്ചു. 19ാം ഓവർ എറിയാറെത്തിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഡെത്ത് ബൌളറായ ബുംറയുടെ മാസ്റ്റർ ക്ലാസിനാണ് പിന്നീട് അഹമ്മദാബാദ് സാക്ഷ്യം വഹിച്ചത്. ആദ്യ 4 പന്തിൽ വെറും 3 റൺസ് മാത്രം വിട്ടുകൊടുത്ത ബുംറ 5ാം പന്തിൽ തന്റെ തകർപ്പൻ യോർക്കറിലൂടെ കോർബിൻ
ബോഷിനെ ഒരു അവിശ്വസനീയ റിട്ടേൺ ക്യാച്ചിൽ പുറത്താക്കി. 4 ഓവറിൽ 15 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റോടെ ബുംറ തന്റെ മാന്ത്രിക സ്പെൽ അവസാനിപ്പിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടഞ്ഞു. എന്നാൽ 20ാം ഓവർ എറിയാനെത്തിയ ഹാർദിക് പാണ്ഡ്യയുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ട്രിസ്റ്റൻ സ്റ്റബ്സ് അക്ഷരാർത്ഥത്തിൽ തീപ്പൊരിയായി മാറി. രണ്ടാമത്തെ പന്തിൽ റബാഡ റണ്ണൌട്ടിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ടതിനു ശേഷം ഹാർദിക്കിന്റെ പന്തുകളെ സ്റ്റബ്സ് മൃഗീയമായി വേട്ടയാടി. മൂന്നാമത്തെ പന്തിൽ ഡീപ് സ്ക്വയർ ലെഗിൽ ഡൈവ് ചെയ്ത വാഷിംഗ്ടൺ സുന്ദറിന് പന്ത് തടയാനായില്ല. 5ാമത്തെയും 6ാമത്തെയും പന്തുകൾ അതിർത്തി കടത്തി കൂറ്റൻ സിക്സറുകൾ പറത്തിക്കൊണ്ട് സ്റ്റബ്സ് ദക്ഷിണാഫ്രിക്കയുടെ സ്കോർ 20 ഓവറിൽ 7ന് 187 എന്ന ഹിമാലയൻ നിരക്കിൽ എത്തിച്ചു. വെറും 24 പന്തിൽ 2 ഫോറും 4 പടുകൂറ്റൻ സിക്സറുകളും അടക്കം 44 റൺസ് വാരിക്കൂട്ടിയ സ്റ്റബ്സിന്റെ ആ അവിശ്വസനീയ പ്രകടനമാണ് ഇന്ത്യൻ ടീമിന്റെ സ്വപ്നങ്ങൾ തകർത്തത്. എന്നാൽ 188 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയുടെ തുടക്കം അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്തമായിരുന്നു. അവിശ്വസനീയമെന്ന് പറയട്ടെ, ആദ്യ ഓവറിൽ തന്നെ അക്കൗണ്ട് തുറക്കാതെ ഇഷാൻ കിഷൻ എയ്ഡൻ മാർക്രത്തിന് മുന്നിൽ കീഴടങ്ങിയപ്പോൾ മലയാളി താരം സഞ്ജു സാംസന്റെ വെടിക്കെട്ട് സാന്നിധ്യം ടോപ്പ് ഓർഡറിൽ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഗാലറിയിലെ ഓരോ ആരാധകനും ഒരു വേള അത്യധികം വേദനയോടെ ആശിച്ചു പോയിട്ടുണ്ടാകാം. തുടർന്ന് വന്നെത്തിയ മാർക്കോ ജാൻസന്റെയും കേശവ് മഹാരാജിന്റെയും കോർബിൻ ബോഷിന്റെയും തീപ്പന്ത് പ്രയോഗങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. അഭിഷേക് ശർമ്മ 15, തിലക് വർമ്മ 1, ഒപ്പം വലിയ പ്രതീക്ഷയായിരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 20, വാഷിംഗ്ടൺ സുന്ദർ 11 എന്നിങ്ങനെ ഇവർ വന്നപാടെ മടങ്ങിയപ്പോൾ സ്റ്റേഡിയം മൂകമായി. പ്രതീക്ഷയുടെ അവസാന കണികയായിരുന്ന ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും കേശവ് മഹാരാജന്റെ സ്പിൻ വലയിൽ കുരുങ്ങിയതോടെ 16 ഓവറിൽ 8ന് 101 എന്ന അതീവ പരിതാപകരമായ അവസ്ഥയിലെത്തി. കൂപ്പുകുത്തിയ ഇന്ത്യയെ കരകയറ്റാൻ ഒരു വശത്ത് ഒറ്റയ്ക്ക് പൊരുതിയ ശിവം ദുബൈക്കും സാധിക്കാതെ വന്നതോടെ ഇന്ത്യ ഇന്ന് തോൽവി ഉറപ്പാക്കി എന്ന് തന്നെ നമ്മൾ വിധിയെഴുതി. ആവശ്യമായ റൺറേറ്റ് 12ഉം കടന്ന് കുതിച്ചപ്പോൾ പൊരുതാൻ പോലും ബാക്കി നിൽക്കാതെ അഹമ്മദാബാദിലെ ആ വലിയ വേദിയിൽ വെച്ച് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോൽവി വഴങ്ങി. എന്തായാലും നിരാശപ്പെടാൻ വരട്ടെ. നെഞ്ചു വിരിച്ചു തന്നെ പറയട്ടെ, ഇതൊരു ചെറിയ വീഴ്ച മാത്രമല്ല, അവസാനമല്ല. സൂപ്പർ 8ലെ ഈ ഒറ്റ പരാജയം കൊണ്ട് തീരുന്നതല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരുത്ത്. ലോക കിരീടത്തിന്റെ യാത്രയിൽ ചിലപ്പോൾ ഇത്തരം തിരിച്ചടികൾ ആവശ്യമാണ്. കാരണം മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരിക്കും. തങ്ങളുടെ പിഴവുകൾ എവിടെയാണെന്ന് ഈ ഒറ്റ മത്സരത്തിലൂടെ ഇന്ത്യൻ ടീം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ഈ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇരട്ടി കരുത്തോടെ നമ്മുടെ ടീം വരും മത്സരങ്ങളിൽ തിരിച്ചുവരിക തന്നെ ചെയ്യും. ഈ ലോകകപ്പ് നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരും, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പരാജയത്തിന്റെ ക്ഷീണം തീർത്ത് അടുത്ത മത്സരത്തിൽ ഇന്ത്യ ഗംഭീര തിരിച്ചുവരവ് നടത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലേ? ഇന്ന് ഇന്ത്യക്ക് എവിടെയാണ് പാളിയത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.